ചോദിന്ന് തെന്നി മാറി പോകുന്നു. എന്ത് നൈസ്. ഹലോ ഹലോ ഹലോ, ഇത്ര സമയം ഞാൻ ആൻസർ ചെയ്തു, നീ ആൻസർ ചെയ്തു. ഞാനൊരു ട്രിപ്പ് പോകുന്നുണ്ട്, നീ വരുന്നോ? ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഹിമാചല്. ഞാൻ 2 മാസത്തേക്ക് പോകുന്നു. ഞാൻ അവിടെ താമസിച്ചിട്ട് മെല്ലനൊക്കെ വരുള്ളൂ. ഒന്നാമത് ഗിഫ്റ്റ് കിട്ടാറില്ല എനിക്ക് സത്യം, എനിക്ക് ഗിഫ്റ്റ് കിട്ടാറില്ല. അവിടെ കിട്ടി, ഇവിടുന്ന് പോയി കിട്ടിയെന്നൊക്കെ. ബർത്ത്ഡേ ആണെന്നുള്ള ഒരു ഇതാരെയും അറിയിക്കാറില്ല. കാരണം വിഷ് ചെയ്യുന്നതിന് തിരിച്ച് വിഷ് ചെയ്യണം. മാത്രമല്ല ഗിഫ്റ്റ് തന്നാല് നമ്മളത് അവരുടെ ബർത്ത്ഡേ ഓർത്ത് വെച്ച് നമ്മൾ തിരിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ മോശം. ഇത് ഞാൻ എങ്ങനെ ചോദിക്കും അപ്പുചേട്ടാ? അപ്പുചേട്ടാ അയ്യോ, അങ്ങനെ അങ്ങനെ കാണിക്കും. ആന്റണി അതെങ്ങനെ കണ്ടുപിടിച്ചു അക്കിൻ? ഞാനും അക്കിനും ഒരു സെൽഫി എടുക്കാം. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരുടെ സെൽഫി മാത്രമേ ഞങ്ങൾ എടുക്കുള്ളൂ. അപ്പൊ കിരൺ ചേട്ടൻ വെറുതെ കയറി ഇടയ്ക്ക് വന്നു. ഏതെങ്കിലും അമ്മച്ചിമാരൊക്കെ വന്നിട്ട് എന്ത് മനുഷ്യനാണ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതങ്ങനെ ഇല്ല. ഞാൻ നായകനായിരിക്കുന്ന സമയത്തും അങ്ങനെ ഒരു അപ്രിസിയേഷൻ വന്നു പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞ ക്യാമറയുടെ മുമ്പിൽ അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുന്നതൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ്, പക്ഷെ ആൾക്കാരെ കൂട്ടത്തിൽ ഒന്നും പോകാത്ത ഒരാളായിരുന്നു. അപ്പൊ ഈ കൊറോണ ആ ടൈമിൽ റീൽസ് ചെയ്യാൻ തുടങ്ങി, ഷോർട്ട് ഫിലിം, അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തുന്നത്. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. സ്ഥിരം കാണുന്ന ടെലിവിഷൻ പരമ്പരകളിലെ ചില ആക്ടേഴ്സിനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെന്താ സീരിയലിൽ മാത്രം നിൽക്കുന്നത്, സിനിമയിലേക്ക് പോവാത്തതെന്ന്. ആക്ച്വലി സിനിമയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട 2 ആർട്ടിസ്റ്റാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത്. ആ യാത്രക്കിടയിൽ നമ്മൾ അവരെ വിളിച്ചിവിടെ ഇരുത്തിയിരിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം സൂപ്പർ കൺമണി ഫെയിം ആയിട്ടുള്ള അക്കിൻ ആൻഡ് കിരൺ. ഹലോ ഹലോ, വെൽക്കം ടു ദ ഷോ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നത് അക്കിൻ കിരൺ എന്ന് പറയുന്നതിനേക്കാളും ബൽറാം ആൻഡ് കൃഷ്ണ എന്ന് പറയുമ്പോഴായിരിക്കും ആളുകൾക്ക് ബലരാമൻ. ഓക്കെ, അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ അതിനെ തുടങ്ങിയല്ലേ? ഞാൻ കുറച്ച് ആവിഷ്കരിച്ച് പറഞ്ഞോ, ബൽറാം ബലരാമൻ എല്ലാം ശരിയാണ്, എല്ലാം സെയിം ആണ്. സോ ബലരാമൻ ആൻഡ് കൃഷ്ണ, നിങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ വില്ലൻ ആൻഡ് നായകനാണ് അല്ലേ? ആണ്, നിങ്ങളാണ്, എനിക്കറിയാം. അപ്പൊ നമുക്കറിയില്ല. അതെ, ഇതുവരെ പക്ഷെ നിങ്ങൾ വില്ലനും നായകനുമാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, നിങ്ങൾ സീരിയലില് വില്ലനും നായകനുമാണ്, റിയൽ ലൈഫിൽ എങ്ങനെയാണ്? ഭയങ്കര വില്ലനാ. റിയൽ ലൈഫിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വില്ലനും നായകനും കാണാൻ തുടങ്ങിയിട്ട് 1 മാസം ആയില്ല. ഒരു 3 വീക്സ് അത്രേ ആയുള്ളൂ കാണാൻ. ആളുടെ ക്യാരക്ടർ ഇപ്പം ഇൻട്രോഡ്യൂസ് ജോയിൻ ചെയ്തതാ സീരിയലിൽ. പക്ഷെ ഭയങ്കര നല്ല കമ്പനിയുണ്ട്, ഇതുവരെ കമ്പനിയാണ്. ഇപ്പൊ റിയൽ ലൈഫിൽ ശരിക്കും എങ്ങനെയാ? ഭയങ്കര കൺവിൻസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ബലരാമിന്റെ അല്ലേ? അപ്പൊ എങ്ങനെ റിയൽ ലൈഫിൽ കിരൺ ബ്രോ? ആരെയും കൺവിൻസ് ചെയ്യാൻ വേണ്ടി പേർപ്പസ്ഫുള്ളി അങ്ങനെ നിൽക്കാറില്ല. ഓക്കെ, എന്റെ ജോലി, എന്റെ കാര്യം നോക്കി പോകും, അങ്ങനെ അത്രേ ഉള്ളൂ. ഞാൻ ആദ്യം അങ്ങനെയായിരുന്നു, കൺവിൻസ് ചെയ്യാൻ നോക്കാറുണ്ട്. ഇപ്പൊ ഒക്കെ മാറി. എന്റെ സ്വന്തം കാര്യം കൺവിൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും നാട്ടുകാരെ ബോധിപ്പിച്ച് എല്ലാവരോടും അതേ രീതിയിൽ നിൽക്കേണ്ടി വരും. നമുക്ക് ഭയങ്കര പണിയാണ്. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. നമ്മളായിട്ട് നിൽക്കുക, അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ഇൻട്രോയിൽ തന്നെ പറഞ്ഞു, സിനിമയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന 2 ഇവന് നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹം ഇല്ലാന്നല്ല, ഞാൻ ഈ ആക്ടിങ് ഫീൽഡ് അങ്ങനത്തെ ഒരു മേഖലയ്ക്ക് വരണം ഉദ്ദേശിച്ച ആളല്ലായിരുന്നു. ഞാൻ മോഡലിംഗ് ഇഷ്ടമാണ്. ഈ കൊറോണ ടൈമിൽ എത്തിപ്പെട്ട ഒരാളാണ്. അപ്പോഴാണ് ശരിക്കും ഞാൻ അതുവരെ എനിക്ക് സത്യം പറഞ്ഞ ക്യാമറയുടെ മുമ്പിൽ അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുന്നതൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ്, പക്ഷെ ആൾക്കാരെ കൂട്ടത്തിൽ ഒന്നും പോകാത്ത ഒരാളായിരുന്നു. അപ്പൊ ഈ കൊറോണ ആ ടൈമിൽ റീൽസ് ചെയ്യാൻ തുടങ്ങി, ഷോർട്ട് ഫിലിം, അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തുന്നത്. എനിക്ക് ഫിലിം ഇഷ്ടമാണ്, പക്ഷേ ഇപ്പം എൻ്റെ സ്റ്റാർട്ടിങ് ആണ് ഇത്. അഭിനയം, ആക്ടിങ് പഠിച്ചു വരികയാണ് ഞാൻ. ഇവനൊക്കെ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സമയമുണ്ടല്ലോ നമുക്ക് സിനിമയിൽ, അതായിട്ടില്ല. അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം, നമ്മളുടെ ഇത് ആക്ച്വലി ഓക്വേർഡ് ഇന്റർവ്യൂ ആണ്. ഓക്വേർഡ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്വേർഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഇവരോട് 2 പേരോടും ചോദിക്കും. ഓക്കെ, നിങ്ങൾ ഇത് എന്ത് ക്വസ്റ്റ്യൻസ് ആണെന്ന് ആക്ച്വലി എനിക്കും അറിയില്ല. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്ക് ഇപ്പൊ നോക്കാം. ഞാനും ചിലപ്പോൾ ഞെട്ടുക ചെയ്യും. സോ ഫസ്റ്റ് സെഗ്മെന്റ്, നെവർ ഹാവ് ഐ എവർ
സെഗ്മെന്റ് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഇന്റർവ്യൂ ഇല്ല. ഫസ്റ്റ് ഇന്റർവ്യൂ ആണല്ലോ. നല്ല ഞാൻ പൊതുവെ മുങ്ങി നടക്കാറ് ചെയ്യാറ്. എനിക്കെന്താ അറിയോ, ഇതുവരെ ചെയ്തിട്ടില്ല. നല്ല തുടക്കമാണ്. നല്ല സ്ഥലത്താണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയും. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഹാവ്, ചെയ്തിട്ടില്ലെങ്കിൽ ഐ ഹാവ് നെവർ. ഓക്കെ ആണോ? താങ്ക് യു. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് തന്നെ പ്രശ്നമാണല്ലോ. ഓക്കെ, ഇവരോടല്ലേ? നിങ്ങൾ രണ്ടുപേരും പറയണം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ രണ്ടുപേരും ഐ ഹാവ് നെവർ എന്താണെന്നുള്ളത് പറയണം. ഫസ്റ്റ് വൺ, സീക്രട്ട്ലി എൻജോയ്ഡ് എ സ്മെൽ ദാറ്റ് അതർ പീപ്പിൾ ഫൈൻഡ് ഗ്രോസ്. മറ്റുള്ളവർക്ക് അരോചകമായി തോന്നുന്ന സ്മെല്ല് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് ഇപ്പൊ പറയണം. വേണ്ടല്ലേ? എനിക്ക് പെട്രോള്, പിന്നെ പെട്രോൾ, അതുപോലെ ഗ്ലൂവിന്റെ ചില ഗ്ലൂ അത് ഗ്രോസ് അല്ല, ബട്ട് യാ ഒരു ഇഷ്ടപ്പെടില്ല. അപ്പൊ പെട്രോളിന്റെ സ്മെല്ല് അക്കിന് ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. കോട്ടയം മണ്ണെണ്ണ, പെട്രോളിലെ മണ്ണെണ്ണ, ചെറിയൊരു മാറ്റം വരുത്താം. മണ്ണെണ്ണ, ഡീസൽ. അതെ, ഓക്കെ, അത് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ബുക്കിന്റെ സ്മെൽ ഇഷ്ടം. മണ്ണ്, ഫസ്റ്റ് മഴയൊക്കെ നനഞ്ഞുള്ള ഫസ്റ്റ് സ്മെൽ ഉണ്ടല്ലോ, സ്മെല്ലൊക്കെ ഇഷ്ടം. അത് പിന്നെ എല്ലാവർക്കും ഇഷ്ടം. ഷങ് ഇൻ ദ ഷവർ. ഷവറിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ പാട്ട് പാടുന്ന ആളുകളാണോ നിങ്ങൾ? അങ്ങനെ സണ്ണില് ഷവർ കുളിച്ചിട്ടില്ല. അല്ല, കുളിച്ചുകൊണ്ടിരിക്കുമ്പോ പാട്ട് പാടിയിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ എപ്പോഴും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ആളാ. ഞാൻ ചിലപ്പോ യൂട്യൂബ് വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്യാം. ഞാൻ ഇപ്പം പാടാറില്ല. ഞാനങ്ങനെ പാടാറില്ല. പാടാറുണ്ട്. പാടിയിട്ടുണ്ട്. ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞ പാട്ട് പാടും. നീ പാടാറില്ലേ? ഇല്ല, പാടാറൊന്നും അങ്ങനെയില്ല. നല്ല സൗണ്ട്. എനിക്ക് ഇതൊന്നും അറിയില്ല, സംഗതി ഒന്നും അറിയില്ല. അതുകൊണ്ട് പിന്നെ ഇവിടെ ആർക്കും അറിയില്ല നീ പാടിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആർക്കും ഇവിടെ ആർക്കും അറിയില്ല, ഇവിടെ ആർക്കും അറിയില്ല. ഇത് ഞാൻ എങ്ങനെ ചോദിക്കും അപ്പുചേട്ടാ? അപ്പുചേട്ടാ സൗണ്ടും പോയി. Drop my phone in the toilet. No. I have never. Okay. Had my phone ring while in a movie theater. മൂവി തിയേറ്ററിൽ വെച്ചിട്ട് നിങ്ങളുടെ ഫോൺ അടിച്ച് ശല്യം ചെയ്തിട്ടുണ്ടോ മറ്റുള്ളവർ? ഞാൻ പൊതുവെ അങ്ങനെ ഓണൊക്കെ ബൈ ചാൻസ് ഓൺ ആയിട്ടില്ലുള്ളൂ. ഞാൻ പൊതുവെ സൈലന്റ് ആക്കാറുണ്ട്. എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഫ്ലൈറ്റ് മോഡിൽ ആക്കാറുണ്ട്, പക്ഷെ സംടൈംസ് ആണല്ലേ, ഓർമ്മയില്ലാതെ പെട്ടെന്നൊക്കെ ഓടി കയറുമ്പോ ഞെട്ടൊന്നുമില്ല, അതെടുത്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കും. നിൽക്കും, പരപരാ നിൽക്കും സൈലന്റ് ആക്കാൻ വേണ്ടി. എല്ലാവരും നോക്കിയിരിക്കായിരിക്കും അവിടെ. വല്ല ക്ലൈമാക്സിനൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സൗണ്ട് കേട്ടാലോ അല്ലേ? ഓക്കെ. ഡാൻസ്ഡ് അലോൺ ഇൻ മൈ ഹൗസ്. വീട്ടിൽ ഒറ്റയ്ക്ക് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ചെയ്തിട്ടുണ്ട്, അക്കിൻ ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കുന്ന ഇഷ്ടം ഇല്ല, അറിയില്ല, പഠിക്കാൻ വേണ്ടിട്ട് ടിവി കാണുമ്പോ ഒറ്റയ്ക്ക് ചെയ്യാറുണ്ട്, ചെയ്തു നോക്കാറുണ്ട്. ഫ്ലോപ്പ് ആവാറുണ്ട്. ഫ്ലോപ്പ് ആവാറുണ്ട്. എനിക്ക് ഡാൻസ് അറിഞ്ഞൂടാ. ഡാൻസ് ഞാൻ പറഞ്ഞില്ലേ, പണ്ട് മുതലേ എനിക്ക് ഇങ്ങനത്തെ ഫീൽഡിലേക്ക് ഒന്നും ഒരു താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. താല്പര്യമുണ്ട്, പക്ഷെ പേടി കൊണ്ട് ഞാൻ ഇതിലേക്കൊന്നും വരാത്ത ഒരാളായിരുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ട് കഴിഞ്ഞല്ലോ. അപ്പൊ മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ചെയ്തു നോക്കുക. ഇപ്പൊ പേടി മാറിയോ? ഇപ്പൊ എനിക്ക് സ്റ്റേജൊക്കെ എപ്പോഴും പേടിയുണ്ട്. അഭിനയിക്കുമ്പോൾ ആ പ്രശ്നമില്ല, പക്ഷെ ഇങ്ങനെ ക്യാമറ ഓവർ അതൊക്കെ എനിക്ക് എനിക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ മെല്ലെ മെല്ലെ മാറി നിൽക്കുന്നത്. അത് പ്രശ്നമല്ല, അത് മാത്രം. അതാണ് ആക്ച്വലി ആൾക്കാർക്ക് ക്യാമറ ഇപ്പൊ ഞങ്ങള് യൂസ്ഡ് ആയല്ലോ. എപ്പോഴും കുഴപ്പമില്ലാതെയായി. ഇപ്പം ക്യാമറ പ്രശ്നമല്ല. പക്ഷെ അവിടെ കയറി സംസാരിക്കണല്ലോ. ഒന്നാമത് ഞാൻ കോഴിക്കോട് മലപ്പുറം ആ സ്ലാങ് കഴിയുണ്ട്, അധികം ഞാൻ പറഞ്ഞു മനസ്സിലാവില്ല. അത് വേറെ കുഴപ്പം. അറിയത്തില്ല നമുക്ക് അല്ലേ? അതെ. Okay. Stayed up all night being watching a series. ഒരു സീരീസ് കണ്ട് രാത്രി മൊത്തം ഉറക്കളച്ചിരുന്നിട്ടുണ്ടോ? ഏത് സീരീസാ? ഇത് കേൾക്കുന്നില്ല കേട്ടോ. സ്ക്വിഡ് ഗെയിം, വാമ്പയർ ഡയറീസ്, ഒറിജിനൽസ് അതൊക്കെ കണ്ടിട്ട് ഒത്തിരി സീരീസ് ഉണ്ട്.
സീരീസ് പൊതുവേ നമുക്ക് ഇൻട്രസ്റ്റിംഗ് സാധനം എന്തായാലും കണ്ടിരിക്കുമല്ലോ ഓവർനൈറ്റ് ആണല്ലേ? എന്തായാലും പോകും. ബീൻ ചേസ്ഡ് ബൈ ആൻ ആനിമൽ. പട്ടി ഓടിച്ചിട്ടുണ്ടോ? ഇഷ്ടം ഇപ്പഴില്ല, ഇപ്പൊ ഇല്ല, പണ്ട് എന്ന് പറയുമ്പോ എപ്പോ? മതില് ചാടാൻ പോയിട്ടില്ല. എന്നാലും അല്ല ഞാൻ മലയാളിയല്ല കേട്ടോ. ഓക്കെ, അത് എടുത്തു പറഞ്ഞത് നന്നായി. അല്ല, ചെറുതായിരിക്കുമ്പോ നമ്മള് ഇങ്ങനെ വൈകിട്ട് കളിക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് പട്ടീനൊക്കെ എന്നെ കോഴി വായിപ്പിച്ചിട്ടുണ്ട് ചെറുതാകുമ്പോ. അതുണ്ട് മറ്റേ എന്താ അതിന്റെ പേരെന്തോ പറയുന്നുണ്ടല്ലോ, ഏതോ കോഴി, അങ്കക്കോഴി, പൂവൻകോഴി. പൂവൻകോഴികളുടെ വലിയ ടർക്കി കോഴിയില്ലേ, അതിനടുത്ത് പോയാൽ ഇങ്ങനെ താടിയൊക്കെ ഉള്ള ഒരു സാധനം, അതിനടുത്ത് പോയാൽ അത് കുത്തും. എന്നെ കുത്തിയിട്ടുണ്ട് അങ്ങനെ. കുത്തിയിട്ടുണ്ട്. അതിന് അവസാനം ഞാൻ അതിനെ കറി വെച്ചു. എന്നെയും അതന്നെ, നായ, കോഴി, ആട്, പശു. ആട് ഓടിച്ചിട്ട് ഓടിയാ? അതങ്ങനെ വലുതാവുമ്പോഴേ നമ്മൾ ചെറുപ്പത്തിലേ ചെറുപ്പത്തിലെ ആട് വന്നപ്പോഴേക്കും പേടിച്ചു. ശരിക്കും കുത്താൻ വന്നതാ. നല്ല രീതി കുത്തും. ആണല്ലേ? ഓക്കെ. ഇനി done something so bad in public that I still cringe when I think about it. ഇപ്പോഴും പബ്ലിക് ആയിട്ട് എന്തെങ്കിലും ചെയ്തത് ഓർത്തിട്ട് ക്രിഞ്ച് അടിക്കാറുണ്ടോ? അങ്ങനെ ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാറില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ നടക്കുന്ന ഞാൻ ആരും മൈൻഡ് ചെയ്യില്ല. എനിക്ക് കാണിക്കാൻ നോക്കി ഞാൻ കാണിക്കും. അപ്പം എനിക്ക് അങ്ങനെ ക്രിഞ്ചായി തോന്നുന്നു. ഫീൽ ചെയ്തിട്ടില്ല അവർക്ക്. എനിക്കും അങ്ങനെ തന്നെ. ഞാൻ ഇപ്പൊ ആരും തന്നെ ശ്രദ്ധിക്കാറില്ല. എനിക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളായിട്ട് നടന്നു പോകാൻ എനിക്കിഷ്ടം. നോക്കാറില്ല അങ്ങനെയാണ്. നൈസ്. അപ്പൊ ഈ സെഗ്മെന്റ് കഴിഞ്ഞു. സോ ഇനിയുള്ള സെഗ്മെന്റ് വൈ സോ സീരിയസ്. ഇത് ഞാൻ നിങ്ങൾക്ക് തന്നെ തരും, നിങ്ങൾ തന്നെ വായിക്കും, നിങ്ങൾ തന്നെ ഉത്തരം പറയും. ഓക്കെ? ഞാൻ ഇപ്പോഴും പറയാണ്, എനിക്ക് ഇതിൽ എന്തൊക്കെയാ ക്വസ്റ്റ്യൻസ് ഉള്ളതെന്ന് അറിയില്ല. സത്യം. കല്യാണം കഴിഞ്ഞ് ഓടി വന്നതാ. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ. അപ്പോ എന്റെ അല്ല. ഓക്കെ, അപ്പോ ഇതിൽ എന്തൊക്കെയാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ബട്ട് ഈ സെഗ്മെന്റിന്റെ പേര് വൈ സോ സീരിയസ് എന്നാണ്. അപ്പം കിരണോ അക്കിൻ, നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒന്ന് വായിക്കുക, നിങ്ങൾ തന്നെ ആൻസർ പറയാ. ഓക്കെ? ഓക്കെ അല്ലേ? ലെറ്റ്സ് സ്റ്റാർട്ട്. റെഡി അല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ഈ ഇന്റർവ്യൂവിൽ ഇത്രയധികം ചിരിച്ചത് എന്ന് പറയാം. ചിരിച്ചില്ലോ? അത് മാറ്റിവെക്കാം. ഓക്കെ, അടുത്ത് ഞാൻ എടുത്തു, ഓൾറെഡി എടുത്തു. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം കീവേഡ്സ് തിരിച്ചറിയുക. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആണോ രണ്ടുപേരും? ചെയ്യാറുണ്ട്. ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതെ, എന്നിട്ട് അതിന്റെ കമന്റ്സ് ഉണ്ടോ താഴെ നോക്കും. കമന്റ്സ് ഇടുന്നവർക്ക് ലൈക്ക് അടിക്കുക, റിപ്ലൈ കൊടുക്കും. പെൺപിള്ളേരാണെങ്കിൽ പിന്നെ തിരിച്ച് ഫോളോ ചെയ്യാ, റിപ്ലൈ കൊടുക്കുക, എന്തൊക്കെ ചെയ്താലാ തീരെ യൂസ് ചെയ്യില്ലാത്തവർ. അപ്പൊ അത് അല്ലേ? അപ്പൊ ഓരോ വേർഡ്സ് ഉണ്ട്, കീവേഡ്സ് ഉണ്ട് ഇവിടെ. പിന്തുടരുക, പാളി, പരാമർശം, ഇഷ്ടപ്പെടുക, സഹകരണം, ചേർത്ത് വെക്കുക, അഭിപ്രായം പറയുക. ഓക്കെ, അപ്പൊ ആദ്യം തൊട്ട് തുടങ്ങാം. പിന്തുടരുക, ഫോളോ ചെയ്യുക. പാളി എന്താ? ഇൻസ്റ്റഗ്രാമില് ഏതാ ഉള്ളെ? സബ്സ്ക്രൈബ്ഡ് ഉണ്ട്, അതെന്തായാലും ഇതല്ല. പാളി എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയ്യുന്നതാണോ? അല്ലല്ലോ. ഡിസ്ലൈക്ക് ആണോ? ഡിസ്ലൈക്ക് ഉണ്ടോ ഇൻസ്റ്റഗ്രാമില്? യൂട്യൂബിലല്ലേ? ഡിസ്ലൈക്ക് ഇല്ലല്ലേ? അല്ല, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ. പാളി എന്ന് പറഞ്ഞാല് റെസ്ട്രിക്റ്റ് ആണോ? പിന്തുടരുക റെസ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ നിയന്ത്രിക്കുക എന്നല്ലേ? പിന്നെ ഇത് പാളി എന്നൊക്കെ പറയുന്നത് ചോദ്യം ഉണ്ടാക്കിയാലോ? ചോദ്യം ഉണ്ടാക്കിയ ആൾക്കും അറിയില്ല എന്ന് തോന്നുന്നു. എനിക്ക് എന്തായാലും അറിയില്ല. റീലിന്റെ മലയാളം പാളി ഇംഗ്ലീഷ് റീലിന്റെ മലയാളം പാളി എന്നുള്ളതാണെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. ഇല്ല, എനിക്കറിയില്ലായിരുന്നു. ചേർത്ത് വെക്കുക. കൊളാബറേഷൻ ഓൾറെഡി ഇല്ല, അപ്പൊ അതല്ല. ഷെയർ ചെയ്യാം. ചേർത്ത് വെക്കുക. ഷെയറിംഗ് വേറെ അല്ലേ? ഷെയറിംഗ് ചേർത്ത് വെക്കുക. കോന്തുകയോ അതും സാധനം എന്ത്? ചേർത്ത് വെക്കുക ഓർ കോന്തുക. ചേർത്ത് വെക്കുക, ടാഗ് ചെയ്യുക. ഓക്കെ. നിങ്ങൾക്ക് 5 points. 5 point ബാക്കിൽ ക്യാമറ പറഞ്ഞു കൊടുത്തതാ, ഞാൻ കേട്ടതാ. അതെ, അല്ല അവർക്ക് പറഞ്ഞു കൊടുക്കാം, കുഴപ്പമില്ല, നമ്മൾക്ക് പ്രശ്നമില്ല. ഞാൻ നിങ്ങളെ ഹെൽപ്പ്. അഭിപ്രായം പറയുക. കമന്റ്സ്.
ഓക്കെ. അപ്പൊ ആദ്യത്തെ കൊറേ മലയാളം വേർഡ്സിന്റെ ഞാൻ പറയാം. 1 2 3 4 5 5 നമ്മൾ പറഞ്ഞു കേട്ടോ. 5 പറഞ്ഞു. 5 പറഞ്ഞു. അപ്പൊ എത്ര ഉണ്ടായിരുന്നു? മൊത്തം 8 അല്ല 6 അല്ലേ? 1 2 3 4 ഒരെണ്ണേ മാത്രമേ പറയത്തുള്ളൂ. അല്ല 2 പറഞ്ഞല്ലോ. 2 പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ അടുത്തത്. അടിപൊളി അടുത്ത് അടിപൊളി. തുറക്കണം. നീ തുറന്നോ? നീ ഐശ്വര്യമായിട്ട് വേണ്ട താല്പര്യമില്ല. എനിക്ക് ഉത്തരം പറയാൻ ഇഷ്ടം. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പറയണേ. പെറ്റ് നെയിം വെളിപ്പെടുത്തുക. എന്റെ ഞാൻ പറയത്തില്ല. പെറ്റ് നെയിം. സീരിയൽ സുഹൃത്തുക്കളുടെ പെറ്റ് നെയിം. അല്ല വേണ്ട, ആദ്യം നിങ്ങളുടെ തന്നെ ആടാടാ, പൂജിത മേനൻ, സാജൻ സൂര്യ, ടെസ ജോസഫ്, ഉണ്ട്. സജിൻ ജോൺ. സജിനെ ഒന്ന് വിളിക്കാറ്. പെറ്റ് സജി നെയിം കുട്ടാന്ന് ഇല്ലെങ്കിലും ആണോ? സജിൻ തന്നെയാണ്. അങ്ങനെ പെറ്റ് നെയിം അവന് യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പേര്? പാവം പയ്യനാ. അവന് പെറ്റ് നെയിം ഒക്കെ യൂസ് ചെയ്താല് നിങ്ങൾക്ക് മോനെ മോനെ എടാ മോനെ മോനെ എന്ത് വിളിക്കാം അങ്ങനെ വിളിക്കാം. അവിടേക്ക്. ആണല്ലേ? നിങ്ങൾക്ക് പേരുണ്ടോ? അത് ആദ്യം ചോദിക്കട്ടെ. ടെസ ജോസഫ്. ടെസ് എന്ന് വിളിക്കും ഞങ്ങൾ എല്ലാവരും. ടെസ്. പൂജിതക്ക് പൂജു. പൂജിത മേനോൻ പൂജു. പൂജു. സാജൻ ചേട്ടനെ ഞാൻ സാജൻ ചേട്ടാ എന്നേ വിളിക്കാറുള്ളൂ. ഞാനും അതിനെ വിളിക്കാം. എല്ലാരും എക്സ്പീരിയൻസ് ചേട്ടാ ആർക്കും വിളിക്കാറുണ്ട്. റെസ്പെക്ട് ഉണ്ടാവുമ്പോ. ഇത് ഇപ്പം കറക്റ്റ് പറഞ്ഞില്ലേ? കഴിഞ്ഞോ അത്? അത് കഴിഞ്ഞു. എല്ലാരും. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ പെറ്റ് നെയിംസ് പെറ്റ് നെയിം എന്താണ്? ഒരു ഞാൻ നേരത്തെ വെച്ചപ്പോഴേ നൈസായിട്ടൊന്ന് ആരാധകർ എന്നെ കിച്ചു എന്ന് വിളിക്കും. കിച്ചു, കിരൺ, കിച്ചു, എന്നെ ചിക്കു കിച്ചു ഏട്ടാ. അത്രയും വേണ്ട. കിച്ചു ഏട്ടാ ഒന്നും വിളിക്കാറില്ല. കിച്ചു. കിച്ചു വൈഫ് ആണെങ്കിലും അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഗേൾസ് ആണെങ്കിലും അങ്ങനെ വിളിക്കാറ്. ബോയ്സ് അങ്ങനെ വിളിക്കാറ്. എടാ അങ്ങനെ വിളിക്കാറുള്ളൂ. ഓക്കേ, അത് ഫുൾ പറയുന്നില്ല. ബാക്കി എല്ലാരും കിച്ച കിച്ചു അങ്ങനെയാണ് വിളിക്കാറ്. ഓക്കേ 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 നൈസ്. വീട്ടിൽ എന്നെ എടാ എന്ന് വിളിക്കും. പിന്നെ ചില സമയത്ത് എന്റെ വീട്ടിലെ പേര് മണിക്കുട്ടൻ എന്നാണ്. മണിക്കുട്ടൻ. മണിക്കുട്ട. അപ്പൊ മണിന്ന് വിളിക്കും. പണ്ട് ചെറുപ്പത്തില് മണിക്കുട്ടാന്ന് വിളിക്കും. ഇപ്പൊ മണിന്ന് വിളിക്കും. അതാണ് എന്റെ പെറ്റ് നെയിം. എന്റെ ചിക്കു എന്ന് വിളിക്കാറ്. പിന്നെ നീ എന്നെ മണിക്കുട്ടാന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വിളിക്കാറുണ്ടോ? ഇല്ല, ഒന്നും വിളിക്കാറില്ല. കിച്ചു വിളിക്കാം. കിച്ചു ഭയങ്കര രസമുള്ള പേരുള്ള. നല്ല രസമുള്ള പേരാണ്. പിന്നെ ശരിക്കും എന്റെ ഇത് നെയിം വിളിക്കാറ് കൃഷ്. വിജയകൃഷ്ണൻ എന്നാണ് അച്ഛന്റെ പേര്. അപ്പം കൃഷ്ണൻ ഷോടൊക്കെ കൃഷ്ണ എന്ന് വിളിക്കാറുണ്ട്. അതന്നെ എനിക്ക് ഇവിടെ ക്യാരക്ടറായിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതങ്ങനെ. അടുത്ത നീ എന്തായാലും ഓപ്പൺ ചെയ്യണം. അപ്പൊ ഞാൻ ഗസ്റ്റിനെ പോലെ ഇരിക്കുന്നു. നീ ഉറക്കം തൂങ്ങിയിരിക്കുക. അതാണ്. അയ്യോ അങ്ങനെ പറയല്ലേ. അല്ല അങ്ങനെയല്ല, ഫുഡ് കഴിച്ചതിന്റെ ഒരു ആലസ്യത്തിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞത് അല്ലേ? നിങ്ങൾക്ക് ഈ വികാരമുള്ള ഒരാളെ ഉദാഹരണമായി പറയുക. അമിതമായ സ്നേഹം, അമിതമായ വെറുപ്പ്. ഉദ്ദേശിച്ചാല് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെയും ഇഷ്ടപ്പെടാത്ത ഒരാളെയും പറയാം. അങ്ങനെ തന്നെ. അമിതമായ വെറുപ്പ് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിലും അവർ പറയില്ലല്ലോ. പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പണി കിട്ടി നമുക്ക് തോന്നിയതല്ലേ? നമുക്ക് തോന്നിയത് നിനക്ക് തോന്നിയ ആള് ഇല്ല. അങ്ങനെ ആരോടങ്ങനെ പറഞ്ഞോ? ആരും അറിയാം. അല്ല ഞാൻ എല്ലാരെയും ഇപ്പൊ ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അയാൾക്ക് നമ്മളോട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചിലപ്പോ നമ്മളെ കൊള്ളാത്തോണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അവരുടെ ആ ഒരു വേവ് ലെങ്ത്തിൽ വരാത്തോണ്ടായിരിക്കാം എന്ന് പറയാറുണ്ട്, എന്ന് എനിക്ക് മനസ്സിലാക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാറില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒരാളെ ഇഷ്ടപ്പെടുന്ന എന്താ അടുത്തത് അമിതമായ സ്നേഹം. ഭാര്യ അമിതമായ സ്നേഹം കാണിക്കും, അമ്മ കാണിക്കും. അത് അമിതമായ സ്നേഹം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത സ്നേഹം എന്നാണോ ഉദ്ദേശിച്ചത്? അമിതമായ ഓവർ സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാം. ഓവർ സ്നേഹം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണോ ഉദ്ദേശിച്ചത്? ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ല അതുകൂടി പറഞ്ഞു, എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ. ആദ്യമായിട്ടല്ലേ ക്വസ്റ്റ്യൻ കേൾക്കുന്നേ? സ്നേഹം ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത ആളാണ് ഞാൻ. സ്നേഹം ഇച്ചിരിയെങ്കിലും കിട്ടിയാൽ മതി എന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ട്. സ്നേഹം കിട്ടുന്നില്ല. അതാണ് സ്നേഹത്തിന്റെ ദാരിദ്ര്യം. അതാണ് പ്രശ്നം. അമിതമായ സ്നേഹം കുറച്ച് സ്നേഹം കിട്ടുമായിരുന്നെങ്കിൽ. എനിക്ക് അമിതമായ വെറുപ്പ്. ഇപ്പൊ റീസെന്റ് എന്റെ ഫോൺ കളഞ്ഞുപോയി. അതൊരു ആളെടുത്തുകൊണ്ട് വന്ന് CCTV കിട്ടി. എനിക്ക് അവനോട് അല്ല, നമ്മുടെ മൊത്തം കാര്യങ്ങൾ അതെല്ലാം 2 ദിവസമായിട്ടുള്ളൂ. അതൊന്നുമില്ല, പോലീസുകാർക്കും വേണ്ട, ആർക്കും ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് ഒരു റെസ്പോൺസ് ഇല്ല. സംഭവം ഫോൺ പോയതും ഒക്കെ നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം അതിലാണ് ഉണ്ടാവുക. അപ്പൊ അയാൾക്കും അതുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടാവില്ല ഇപ്പത്തെ ഇതല്ലേ. അപ്പൊ അതുകൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് അവനെ കണ്ടുണ്ട് കിട്ടിയ ഒന്ന് പൊട്ടിക്കാന്നുള്ള ലെവലായി പോയി. അപ്പൊ എന്റെ വെറുപ്പും കൂടി അതിൽ ചേർത്തോ? കാരണം എന്താ പറയാ, ലൊക്കേഷനിൽ നിൽക്കുക ഞാൻ നമ്മുടെ ക്യാമറയുടെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഡെസ്പായിട്ടുള്ള മൂഡായിരുന്നു സീനില്. എല്ലാന്നുണ്ടെങ്കിൽ എന്റെ മൂഡ് മൊത്തം പോവേ. അത് കൊണ്ടുപോയി ഞാൻ ഫുള്ള് എല്ലായിടത്തും അലഞ്ഞു നടക്കുക. എല്ലാവരും ചോദിക്കുക ഇയാളെ കണ്ടിട്ടുണ്ടോ? അവരോട് ഭയങ്കര ദേഷ്യം തോന്നിയിട്ടുണ്ട്. സ്നേഹം പിന്നെ എല്ലാവരോടും ഈ ഭയങ്കര കമ്പനി ആയി കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹം. ഞാൻ
ആണ്. പിന്നെ എനിക്ക് ഇതുവരെ ഒരു പെങ്ങൾ അനിയത്തി ആ ഒരു സ്നേഹമില്ല. അത് ഇവള് വന്നപ്പോ ഭയങ്കരമായിട്ട് ഇവളോട് ഭയങ്കര ഇരുന്നപ്പോഴേ തോന്നി. ചാക്കാത്ത ഓ ഇതെന്താ പാരഗ്രാഫോ? 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു റോഡ് ട്രിപ്പിന് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. സ്വന്തം ഫാമിലിയിൽ നിന്നുള്ള ആരെയും കൊണ്ടുപോകാൻ പറ്റില്ല, ഒരിക്കലും പറ്റത്തില്ല. വേണ്ട. എന്നാൽ ഒരാളെ നിങ്ങൾക്ക് കൂടെ കൂട്ടാം. ആരെയാകും നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്? എന്റർടൈൻമെന്റ് ഫീൽഡാണോ ഉദ്ദേശിച്ചത്? ഫീൽഡിൽ നിന്നുള്ള ഒരാളെ ആക്കി ലൈവിൽ വിളിക്കുക. എന്താ ഉദ്ദേശിക്കുന്നത്? Okay. ഒരാളെ ആക്കി ലൈവിൽ വിളിക്കുക. ഓക്കെ, ഞാൻ പറയാം. ഇപ്പൊ റോഡ് ട്രിപ്പ് പോവാണെങ്കിൽ ബെറ്റർ താൻ വായിക്കണ്ടാവും. ഈ മലയാളം ഇത് മനസ്സിലാവുന്നില്ല. അല്ല, മലയാളം വായിക്കാൻ പറ്റുന്നത് I don't know അർത്ഥം മലയാളം എന്താണെന്ന് തന്നെ. പറഞ്ഞാൽ മതി. നിങ്ങളിപ്പോ എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം. നിങ്ങളിപ്പോ ഒരു റോഡ് ട്രിപ്പ് പോവാണെങ്കിൽ എന്റർടൈൻമെന്റ് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെ നിങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളെ ഇപ്പൊ വിളിക്കണം. ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് പറയണം. എന്റർടൈൻമെന്റ് ഫീൽഡ് ഞങ്ങളുടെ ഫീൽഡാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്റർടൈൻമെന്റ് ഫീൽഡിൽ ഇപ്പൊ വിളിച്ചാൽ എടുക്കത്തില്ല. ശ്യാമിനൊക്കെ പുച്ഛാണോ? അല്ല, അങ്ങനല്ല. അല്ല എന്റെ കേസ് ഞാൻ പറയാം. എന്റെ ഫോൺ പോയി പറഞ്ഞേ, പകുതി ആളെ കോൺടാക്ട്സ് എനിക്കില്ല. എന്റെ നൈസായിട്ട് എല്ലാത്തിനും ഒഴിവാകുന്നുണ്ട്. ട്രിപ്പിന്റെ ട്രിപ്പിന്റെ കാര്യം പറഞ്ഞ ഞാൻ ഇന്ന് ശരിക്കും പോകുന്നത്, ഇന്നലെ പോകുന്നത് കാശ്മീർ. എന്റെ ട്രിപ്പ് മൊത്തം കൊളായി. ഞാൻ വിളിച്ചു നോക്കാം, എടുക്കുമെന്ന് അറിയില്ല. ചേട്ടൻ വിളിച്ചു. Yeah. പക്ഷെ വിളിച്ച ആദ്യം വിളിക്കുന്നത് കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. എന്നെ വിളിക്കുന്നത്. കിരൺ ചേട്ടൻ ആരെയാ വിളിക്കുന്നേ? അല്ല, അങ്ങനെ ട്രിപ്പ് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമേ വിളിച്ചോളൂ, അല്ല വേറെ ആൾക്കാരെ ഞാൻ വിളിക്കാം? ഒരാളുടെ സജഷൻ പറയട്ടെ. പൂജിത ചേച്ചിനെ വിളിക്കോ? പൂച്ചി തന്നെ വിളിക്കാം, പക്ഷെ എടുക്കുമെന്ന് അറിയില്ല. നോക്കട്ടെ. അതെന്നാ അല്ല, എന്തുണ്ട് വിശേഷം? ജിപിയുടെ ഓക്കെ ഓക്കെ ഓക്കെ. എന്താ പരിപാടി? ഒന്നുമില്ല, നീ ഇതുവരെ അവിടെ പോയിട്ടില്ലല്ലോ. അപ്പൊ എന്റെ ഞാൻ മുഖത്ത് ബീറ്റാ ഗ്ലോന്റെ സ്കിൻ ഇപ്പോഴും ഫീൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് പോവാൻ തോന്നിയില്ല, പക്ഷെ നാളെ അവര് പോവാ. ആണോ? ഓക്കെ ഓക്കെ. എനിക്ക് ഉറക്കത്തിന് എഴുന്നേറ്റേ ഉള്ളൂ. അവർക്കതിനെ നിശ്ചയം പോവാ. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ഒന്നുമില്ല. എന്തുണ്ട് വിശേഷം? ഈ പറയണ എന്തായി നിന്റെ കുഴപ്പമൊക്കെ ഇങ്ങനെ പോകുന്നു? ട്രിപ്പ് ഞാനൊരു ട്രിപ്പ് പോകുന്നുണ്ട്. നീ വരുന്നോ? എവിടേക്കാ? എപ്പോഴാ? ആരൊക്കെയാ? ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഹിമാചല്. അമ്പോ? എപ്പോ? നെക്സ്റ്റ് മന്ത് പ്ലാൻ ചെയ്യുന്നു. നെക്സ്റ്റ് മന്ത് എപ്പോ? നെക്സ്റ്റ് മന്ത് ഡേറ്റ് ഒന്നും അറിയില്ല, ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. നീ പറയാ, ഞാൻ ദുബായിക്ക് പോവാ ഈ മാസം എന്തായാലും. ആണോ? അതിലേക്ക് ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലല്ലേ രസം. അല്ലെങ്കിൽ ഞാൻ 2 മാസത്തേക്ക് പോകുന്നു. ഞാൻ അവിടെ താമസിച്ചിട്ട് മെല്ലനൊക്കെ വരുള്ളൂ. നീ താമസിച്ചു. അപ്പൊ നിന്റെ ഷൂട്ടിൽ നീ എന്റെ റോൾ ആലോചിച്ചു. അത് ശരിയാണ്, അതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നു. ശരി, കുഴപ്പമില്ല. ഞാനില്ലേ അത് 10 ദിവസത്തേക്കായി ചുരുക്കി. നിനക്ക് കളിക്കുന്ന വട്ടുണ്ടോ? നീ എവിടെയാ? ഞാനൊരു ഇന്റർവ്യൂല നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ, ഭയങ്കര ബഹുമാനിക്കുന്ന ഒരാളെ വിളിക്കാൻ പറഞ്ഞു ഇവര്. അങ്ങനെ വിളിച്ചതാ. ബഹുമാനം ഓക്കെ, ഇഷ്ടം നിനക്ക് കൺഫ്യൂഷൻ ആയി കാണുള്ളൂ ആരെ വിളിക്കണം. എനിക്ക് ഓൾറെഡി ഇവിടെ കുറെ പണി കിട്ടുകൊണ്ടിരിക്കുക, അതിനിടയ്ക്ക് നീ ഉണ്ടാക്കല്ലേ. ഞാൻ ഇവിടെ ഒരു ചേച്ചി കൊടുക്കാം. സോറി, ഒരു ആന്റി കൊടുക്കാം. ഞാനിനും മിണ്ടൂല. ഹലോ. എന്താണെന്നറിയോ, ഇവന് ഏത് ചോദ്യം ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് അതല്ലേ? ഓക്കെ, പൂജിത ചേച്ചി. ഓക്കെ, എന്റെ പേര് ബിൽറ്റ. ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സിലെ ആങ്കർ ആണ്. ഹലോ. ഡീസന്റ് ആയിക്കോ. അതെ. അപ്പോ ഞങ്ങളിവിടെ ഒരു ഓക്വേർഡ് ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു സെഗ്മെന്റ് ആയിരുന്നു. ആ സെഗ്മെന്റിൽ നമ്മൾ ചോദിച്ചിരുന്നു, ഒരു ലോങ് ട്രിപ്പ് പോവാൻ ഈ എന്റർടൈൻമെന്റ് ഫീൽഡിൽ ഒരാളെ സെലക്ട് ചെയ്യാണെങ്കിൽ ആരെയായിരിക്കും സെലക്ട് ചെയ്യുക? അവരെ ഒന്ന് ലൈവായിട്ട് വിളിച്ച് സംസാരിക്കണം എന്നുള്ളതായിരുന്നു ടാസ്ക്. ഓക്കെ, അപ്പൊ പൂജിത ചേച്ചിനെ വിളിച്ച ഒരു ചെറിയ സെഗ്മെന്റ് ആയിരുന്നു അത്. ഓക്കെ, സന്തോഷായി വിളിച്ചല്ലോ. ഇത് ലൈവ് അല്ലായിരുന്നെങ്കിൽ അവൻ വേറെ പലരും വിളിച്ചാണ്. ലൈവ് ആയതുകൊണ്ടാണ് അവൻ എന്നെ വിളിച്ചത്. എന്റെ മാത്രം കിട്ടൂല. ശരി, താങ്ക് യു, ബൈ. ശരിടാ, ഓക്കെ, ബൈ. എന്റെ 3 പേപ്പേഴ്സ് ഉണ്ട്. ഈ പേപ്പേഴ്സിന്റെ ഉള്ളില് 4 ഉണ്ടല്ലോ, 5 എണ്ണം. ഒന്ന് മടങ്ങി കിടക്കാണോ? എന്നെ എണ്ണാനും കൂടി കൈയൊക്കെ അങ്ങനെ മടക്കി 1 2 3
ഇത് 1, ഇത് 2, ഇത് 3. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ ഈ 3 പേപ്പേഴ്സിന്റെ അകത്ത് 3 രാഷ്ട്രീയക്കാരുടെ പേരുണ്ട്. ഈ പേര് ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ ശ്രമിക്കുകയാണ്. അത് നിങ്ങൾ പറയണം. എന്താന്നല്ല ഭയങ്കര കോൺഫിഡൻസ് ഞാനിത് ചെയ്ത് കാണിക്കില്ല. അല്ല ഞാൻ ചെയ്ത് കാണിക്കില്ല, അറിയാലോ. അല്ല അത് പറഞ്ഞാല് അതാ അല്ല ഫിലിമൊക്കെ നോക്കായിരുന്നു അല്ലേ? നോക്ക് ട്രൈ ചെയ്തു. ഇത് എനിക്ക് തോന്നുന്നത് ബിൽറ്റക്കുള്ള പണിയാന്ന് തോന്നുന്നു. പണിയല്ലായിരുന്നോ? ഇച്ചിരി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. നമ്മളെയൊക്കെ ഞാൻ ഇങ്ങനെ കാണിക്കാനത് ആക്ട് ചെയ്ത് കാണിച്ചാൽ മതി, ഫേമസ് ആയിരിക്കുമല്ലോ. ഒരു മിനിറ്റ് ഇല്ല, ഫേമസ് ആണ് ഇവരൊക്കെ. അതെ, പക്ഷെ എന്തെങ്കിലും മാനറിസംസ് ഉണ്ടാവുമല്ലോ അവർക്ക്. മാനറിസംസ് ഓക്കെ. ഞാനൊരു സാധനം പറഞ്ഞാലോ? പറയാതെ ഇപ്പൊ എങ്ങനെ കാണിക്കുക? എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ഒരു സംഭവം പറയാം. അത് പറ. ഞാനിപ്പോ ഒരു സെൽഫി എടുക്കുക. എടുത്തോ, 2-3 എടുത്തോളൂ. 1-2. ഞാനും അക്കിനും ഒരു സെൽഫി എടുക്കാം. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരുടെ സെൽഫി മാത്രമേ ഞങ്ങൾ എടുക്കുള്ളൂ. അപ്പൊ കിരൺ ചേട്ടൻ വെറുതെ കയറി ഇടയ്ക്ക് വന്നു. പറഞ്ഞോ കുമ്മനം. ഇത് പറഞ്ഞോണ്ട് വേറെ പ്രശ്നം എന്തെങ്കിലും ഇങ്ങനെയാണോ? ആയിട്ടൊരു ബന്ധമില്ല. മസിലായിട്ടില്ല ആരപ്പോ രാഷ്ട്രീയത്തിലുള്ള ഇങ്ങനെ സിമ്പിൾ. ഇതാണ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ എത്ര പ്രൊഫഷണൽ ആയിട്ടല്ലേ ഞങ്ങൾ പറഞ്ഞോണ്ട് ഇല്ലെങ്കിൽ കാണായിരുന്നു മതിന്നല്ലേ. ഓക്കെ, ഇനി ഇതെനിക്ക് അറിയത്തില്ല, പക്ഷെ ആള് ഭയങ്കര ഫേമസ് ആയിരുന്നു. സ്പെക്സ്. നല്ല ക്ലൂ. സ്പെക്സോ? നമ്മുടെ പണ്ടത്തെ മെയിൻ ആളാണ്. കണ്ണാടിയൊക്കെ വെച്ച്. കരുണാകരനല്ല. എല്ലാവർക്കും കണ്ണാടി. എല്ലാത്തൊരു ക്ലൂ ആയി പോയിട്ടത്. ക്ലൂ പറയും. ഇതിന് ഞാൻ എന്ത് ക്ലൂ പറയും? ഇത് പറയരുത്, അതാണ് നമ്മുടെ ലക്ഷ്യം. കുറച്ച് വെള്ളം കുടിക്കട്ടെ. പ്രായമുണ്ട്. പിന്നെ തീർച്ചയായും രാഷ്ട്രീയത്തിലുള്ളവരൊക്കെ 18 വയസ്സില്. ഞാനൊരു ആക്ഷൻ കാണിക്കാം. അത് പക്ഷെ കാണിച്ചതിന് അയ്യോ, അങ്ങനെ കാണിക്കും. ഇത് കട്ട് ചെയ്ത് പ്രശ്നമാവും. എന്താ ദാഹിക്കുന്നുണ്ടോ ചേച്ചിക്ക്? ഇത് ആക്ച്വലി ഉണ്ടല്ലോ, ഞാൻ ഉദ്ദേശിക്കുന്നതല്ല. അല്ല, അയാളല്ല ഇത്. ഞാൻ ഉദ്ദേശിക്കുന്നതല്ല. മുദ്രയില്ല, ബട്ട് ആളിങ്ങനെ ഭയങ്കര പെക്യുലർ ആയിട്ടാ സംസാരിക്കുക. വെള്ളടിച്ചിട്ടോ? പിന്നെ നീറ്റായിട്ട് വളരെ എല്ലാവരും വളരെ നീറ്റായിട്ടാണ്. നിങ്ങൾ പക്ഷെ ഉദ്ദേശിക്കുന്ന അച്യുതാനന്ദനായിരിക്കും. പക്ഷെ അച്യുതാനന്ദൻ അങ്ങനെയാണ് സംസാരിക്കുന്നത്. വെള്ളമണി നിർത്തിയാളോ? നിർത്തലാക്കിയ ആള് നമ്മുടെ പിണറായി വിജയനാണോ? അല്ലല്ല, ചാരായി നിർത്തലാക്കിയത് മറ്റേ നമ്മുടെ ആന്റണി. അതെങ്ങനെ കണ്ടുപിടിച്ചാക്കി? പെട്ടെന്ന് അതെങ്ങനെ കണ്ടുപിടിച്ചു? ചാരായം എന്ന് പറഞ്ഞപ്പോ ഭയങ്കര ചാരായം നിർത്തലാക്കിയതിൽ ഞാൻ കുറെ കഷ്ടപ്പെട്ടതാണെന്ന് അല്ലേ? എനിക്കറിയാം. GK-യിൽ അക്കിൻ ഭയങ്കര മുമ്പിലായതുകൊണ്ട് ആള് തന്നെ പറഞ്ഞ് ചെയ്തതാണെന്നാണ് ആള് പറയുന്നത്. എന്റെ എക്സ്പ്രഷൻ ഒക്കെ ഒന്നുകൂടി കാണിച്ചേ. അതന്നെ ഞാൻ ചോദിച്ചു വെള്ളം വേണോ?
പരവേശ അല്ല ഫുഡ് കഴിച്ച അങ്ങനെ ഉണ്ടാവും, കല്യാണത്തിന് പോയി ഫുഡ് കഴിച്ചൊക്കെ അങ്ങനെ ഉണ്ടാവും. കല്യാണത്തിനൊക്കെ പോയി ഇച്ചിരി ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ച മനസ്സിലായ ആള് സംസാരിക്കുന്നത് ഞാൻ കാണിക്കുന്ന പോലെ അല്ല, പക്ഷെ ഞാനതായിരുന്നു ഉദ്ദേശിച്ചത്. ഇത് വെച്ച് ഞങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നീ പറഞ്ഞേ? അല്ല എന്താ സംഭവം എന്തായാലും ഞാൻ സ്പെക്സ് ഒക്കെ പറഞ്ഞല്ലോ, അതിന് നല്ല ക്ലൂ എവിടെന്നാ സ്പെക്സ്, യുനോ ചാരായം